നമസ്കാരം. വർഷം 1520. ഫ്രെഡിനാൻഡ് മഗല്ലൻ തൻ്റെ സമുദ്രയാത്ര നടത്തുന്ന കാലഘട്ടം. ഈ സമുദ്രയാത്ര ആരംഭിച്ചത് 1519-ലാണ്. ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 270ഓളം വരും എന്നാണ് പറയുന്നത്. എന്നാൽ 1522 ഈ സമുദ്രയാത്ര അവസാനിക്കുന്നത് ഒരു വലിയ സന്തോഷത്തോടു കൂടിയാണ്. ഭൂമിയെ സമുദ്രത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചു. ആ നേട്ടം കൈവരിച്ചുകൊണ്ട് 1522 ഈ യാത്ര അവസാനിക്കുന്ന സമയത്ത് അത് കാണുവാനായിട്ട് ഫ്രെഡിനാൻഡ് മഗല്ലൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 1521 ഒരു യുദ്ധത്തിൽ, ഫിലിപ്പീൻസിൽ വെച്ച് നടന്നൊരു യുദ്ധത്തിൽ വിഷയമ്പേറ്റ് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ 1522 ഈ യാത്ര അവസാനിക്കുന്ന സമയത്ത് അവശേഷിച്ചത് കേവലം 18 പേരാണ്. അതിലൊരു പ്രധാനിയായിരുന്നു ആൻ്റോണിയോ പിഗാഫെറ്റെ എന്ന് പറയുന്നത്. ഈ ആൻ്റോണിയോ പിഗാഫെറ്റയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ ഫ്രെഡിനാൻഡ് മഗല്ലൻ്റെ യാത്രകളിൽ നടക്കുന്ന കാര്യങ്ങളെ എഴുതി വച്ചിരുന്നതായിരിക്കുന്ന, റെക്കോർഡ് ചെയ്തിരുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ആൻ്റോണിയോ പിഗാഫെറ്റെ 1520 ഫ്രെഡിനാൻഡ് മഗല്ലനും കൂട്ടരും ഒരു പ്രത്യേക ഭൂപ്രദേശത്തെത്തിയ കാര്യം വിവരിക്കുന്നുണ്ട്. ആ ഭൂപ്രദേശത്തെ ഈ ഫ്രെഡിനാൻഡ് മഗല്ലൻ വിളിച്ച പേരാണ് പാറ്റഗോണിയ എന്ന് പറയുന്നത്. ഈ പാറ്റഗോണിയയിൽ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന സമയത്ത് അതിശൈത്യത്തെ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് അവർ ആ ശൈത്യവുമായിട്ട് മല്ലിടേണ്ടതായിട്ട് വന്നു. ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെയധികം മല്ലടിക്കേണ്ടതായിട്ട് അവർക്ക് ആ സമയത്ത് വന്നു. അത്രമേൽ കഠിനമായിരുന്നു അവിടുത്തെ ശൈത്യം എന്ന് പറഞ്ഞാൽ. പാറ്റഗോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തെക്കേ അർജൻറ്റീനയുടെ ഭാഗമാണ്. മഗല്ലനെയും കൂട്ടരെയും ഈ പാറ്റഗോണിയയിൽ പിടിച്ചു നിർത്തിയതായിരിക്കുന്ന ഒരു ഘടകമുണ്ടായിരുന്നു. അത് അവിടുത്തെ മനുഷ്യരായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് ഒരേ സമയം അവരെ ഭയപ്പെടുത്തിയിരുന്നു, അതേപോലെ തന്നെ അവരെ കൗതുകത്തിലാഴ്ത്തിയിരുന്നു. ആ മനുഷ്യർ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രാക്ഷസ മനുഷ്യരായിരുന്നു എന്നാണ് ആൻ്റോണിയോ പിഗാഫെറ്റെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് ഈ രാക്ഷസ മനുഷ്യർ എന്നുള്ളത്? ഇന്ന് നമ്മൾ അത് പിൽക്കാലത്ത് അവരുടെ പേര് അറിയപ്പെട്ടത് പാറ്റഗോണിയൻ ജയൻസ് എന്നുള്ള നിലയിലാണ്. യൂറോപ്പിൻ്റെ നാടോടി കഥകളിൽ നിറഞ്ഞു നിന്നിരുന്ന കഥാപാത്രങ്ങളായിരുന്നു ഈ പാറ്റഗോണിയൻ ജയൻസ് എന്ന് പറയുന്നത്. ഇവർ ഈ പാറ്റഗോണിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ഒരു രാക്ഷസ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഭീമാകാരനായ മനുഷ്യൻ അവിടെ നിൽക്കുന്നതാണ്. ആ മനുഷ്യൻ നഗ്നനാണ്. മാത്രമല്ല അദ്ദേഹം പാടുന്നുണ്ട്, പാട്ടിനോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു രംഗമാണ് ഇവർ കാണുന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും അങ്ങനെ ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കാരണം ഇവരുടെ വലിപ്പവും ഈ ഭീമാകാരനായിരിക്കുന്ന ഈ ജയൻറ്റിൻ്റെ വലിപ്പവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തവണ്ണം വലിയ രൂപമായിരുന്നു എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. വെള്ളക്കാരെക്കുറിച്ച് പറയുമ്പോൾ വെള്ളക്കാരുടെ ആകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയരമുള്ളതായിരിക്കുന്ന മനുഷ്യരാണ് അവർ. കോക്കസോയിഡ് വിഭാഗത്തിൽപ്പെടുന്നതായിരിക്കുന്ന മനുഷ്യർ. അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യർ യഥാർത്ഥത്തിൽ ഈ ജയൻറ്റിൻ്റെ മുൻപിൽ കുള്ളന്മാരായിപ്പോയി എന്നാണ് പറയുന്നത്. ഇത്തിരി കുഞ്ഞന്മാരായിപ്പോയി എന്നാണ് പറയുന്നത്. ഏതാണ്ട് അവരുടെ തല എന്ന് പറഞ്ഞാൽ ജയൻറ്റിൻ്റെ അരയോളമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഫ്രെഡിനാൻഡ് മഗല്ലൻ ഈ ജയൻറ്റുമായിട്ടൊരു സൗഹൃദത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ നിന്ന് ഏറ്റവും സാധുവായിട്ടുള്ള ഒരു മനുഷ്യനെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ ഈ സാധു മനുഷ്യൻ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ജയൻറ്റിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. ആ ജയൻറ്റ് വളരെ സൗഹൃദത്തോടു കൂടിയാണ് ആ ചെന്ന മനുഷ്യനോട് ഇടപെട്ടതെന്നുള്ളതാണ്. മാത്രമല്ല അവിടെ കൂടിയിരുന്നവരോടും സൗഹൃദത്തിലാണ് ഇടപെടുന്നത്. അങ്ങനെ അപ്പോൾ ഫ്രെഡിനാൻഡ് മഗല്ലൻ ഒരു കാര്യം മനസ്സിലായി, ഈ ജയൻറ്റ് ഒരു ക്രൂരനായിരിക്കുന്ന ഒന്നല്ല, ഇവിടെയുള്ള മനുഷ്യരുമായിട്ട് എന്ത് ചെയ്യാം, ഒരു സൗഹൃദത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളത്. എന്നാൽ ഫ്രെഡിനാൻഡ് മഗല്ലന് പിന്നീടൊരു കാര്യം മനസ്സിലായി, ഇവിടെ ഈ ഒരു ജയൻറ്റ് മാത്രമല്ല ഉള്ളത്, ഒരു ഗോത്രം തന്നെ രാക്ഷസ മനുഷ്യരാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ജയൻസ്. അങ്ങനെയുള്ള മനുഷ്യരോട് ഒരു സൗഹൃദത്തിൽ ഏർപ്പെടാനായിട്ടുള്ള ഒരു ആദ്യത്തെ വഴിയാണ് ഈ മനുഷ്യരിലൂടെ തുറന്നു കിട്ടുന്നത്. അങ്ങനെ ബാക്കിയുള്ളവരുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്നു. അതിൽ 2 പേർ വളരെയധികം ഇവരുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഇവരുടെ കപ്പലിൽ സ്പെയിനിലേക്ക് പോകുവാനും ഒക്കെ തയ്യാറാകുന്നു. അത്രമേൽ അവരുമായിട്ട് അടുത്തു വന്നു. അവരെ ആ കപ്പലിൽ സ്പെയിനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അവർ രോഗബാധിതരായിട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിൽക്കാലത്ത് പല പഠനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി. ഇവർ പറഞ്ഞതുപോലെ ആ നിലയിൽ ഉള്ളതായിരിക്കുന്ന ഉയരമൊന്നും ഈ പാറ്റഗോണിയൻ ജയൻസിന് ഇല്ലായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിലയിലുള്ള പല തെളിവുകളും പിന്നീട് പുറത്തു വരാനായിട്ട് തുടങ്ങിയത്. വർഷം 1615 ഡച്ച് സർക്കം നാവിഗേറ്റേഴ്സ് ആയിരുന്ന വില്യം സ്കോട്ടൺ ആൻഡ് ജേക്കബ് ലെ മേയർ ഇവർ സഞ്ചരിച്ച് ഈ പറയുന്ന പാറ്റഗോണിയൻ പ്രദേശങ്ങളിൽ വരുന്നു.
അവർ ആ തീരത്ത് കണ്ടെത്തിയതായിരിക്കുന്ന കാര്യം അസ്ഥികൂടങ്ങളാണ്. അതായത് സാധാരണ മനുഷ്യരിൽ നിന്ന് വലിപ്പമുള്ളതായിരിക്കുന്ന അസ്ഥികൂടങ്ങളെ ഈ പാറ്റഗോണിയൻ തീരത്ത് അവർ കണ്ടെത്തുകയുണ്ടായി. അത് പിൽക്കാലത്ത് ഇവിടെ പാറ്റഗോണിയൻ ജയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് പറയപ്പെട്ടു. ഏതാണ്ട് 10 മുതൽ 11 അടി ഉയരമുള്ളതായിരിക്കുന്ന മനുഷ്യരുടെ അസ്ഥികൂടമാണ് അന്ന് അവരവിടെ കണ്ടെത്തിയത്. പാറ്റഗോണിയൻ ജയൻസ് എന്ന് പറയുന്നത് ആർക്കും തിരസ്കരിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവരെത്രമേൽ വലുതായിരുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർക്ക് തർക്കമുണ്ടായിരുന്നുള്ളൂ. പിന്നെ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ വളരെ ഉയരമുള്ളതായിരിക്കുന്ന, വളരെ ആകാരമുള്ളതായിരുന്ന മനുഷ്യർ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അതവിടെ ശേഷിക്കുന്നു എന്നുള്ളതാണ്. ഈ ജയൻസുകൾ പഴയ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായ ഒന്നല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിലും ജയൻസുകളെ നമുക്ക് കാണാൻ കഴിയും. റോബർട്ട് വാൾഡോ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ഉയരം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു റോബർട്ട് വാൾഡോ എന്ന് പറയുന്നത്. ഏതാണ്ട് 8 ഫീറ്റ് 8 അടി ഉയരം ഉണ്ടായിരുന്നതായിരിക്കുന്ന മനുഷ്യനാണ്. 1903 ഡൽഹി ദർബാറിൽ വന്നതായിരിക്കുന്ന 2 ബ്രദേഴ്സ്, അതായത് കാശ്മീർ ബ്രദേഴ്സിൻ്റെ ഉയരത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ അസാമാന്യമായിരിക്കുന്ന ഉയരം ഉണ്ടായിരുന്നതായിരിക്കുന്ന മനുഷ്യരായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഉയരമുള്ളതായിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് പറയുന്നത് അവർക്ക് ജൈഗാൻറ്റിസം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയധികമായിട്ട് എന്ത് ചെയ്യുന്നത്, വളരുന്നത്, വലിപ്പം വെക്കുന്നത് എന്നുള്ളതാണ്. 1911 അമേരിക്കയിലെ ലവ്ലോക്ക് കേവിൽ നിന്ന് കണ്ടെത്തിയതായിരിക്കുന്ന മമ്മികൾ. ഖനിത്തൊഴിലാളികൾ കുഴിച്ചൊഴിച്ച് ചെല്ലുന്ന സമയത്താണ് ഈ സാധാരണ മനുഷ്യരിൽ നിന്നും വലിപ്പമുള്ളതായിരിക്കുന്നതായ മമ്മികളുടെ രൂപങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നത്. ഒഹിയോ ആൻഡ് പെൻസിൽവാനിയ റിപ്പോർട്ട് അത് 1800കളിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ ബറിയൽ മൗണ്ടിൽ നിന്നും 10 അടിയോളം വലിപ്പമുള്ളതായിരിക്കുന്ന സ്കെൽറ്റനുകളെ കിട്ടിയെന്നുള്ള നിലയിൽ. എന്നാൽ ഈ കണ്ടെത്തലുകൾ പലതും ആർക്കിയോളജിസ്റ്റുകളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട്, അവരുടെ ചോദ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയാതെ പോയി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ബൈബിളിലെ ഉൽപ്പത്തി 6:4 അതിൽ നെഫ്ലീമുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നെഫ്ലീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വീണുപോയതായിരിക്കുന്ന ദൂതന്മാർ, മലഹമാർ, അവരെന്ത് ചെയ്യുന്നു, ഭൂമിയിലെ സ്ത്രീകൾ സൗന്ദര്യവതികൾ എന്ന് കണ്ടിട്ട് അവരെ ഭാര്യമാരായിട്ട് എടുക്കുന്നു. ഈ ഭൂമിയിലെ സ്ത്രീകളിൽ ജനിച്ചതായിരിക്കുന്ന ആ തലമുറയെ അതികായന്മാരെന്നാണ് പറയുന്നത്. അവരെ നെഫ്ലീമുകൾ എന്നാണ് പറയുന്നത്. അവർ ജയൻസുകളായിരുന്നു. പിന്നെ ബൈബിളിൽ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു ജയൻറ്റിനെ കുറിച്ച് പറയുന്നത് അതാണ് ഗോലിയാത്ത്. ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ ഗാദ് എന്ന് പറയുന്ന ദേശത്തിൽ നിന്നുള്ള ഒരു മല്ലനായിരുന്നു, ഒരു ഫെലിസ്തീയ മല്ലനായിരുന്നു ഗോലിയാത്ത് എന്നാണ് പറയുന്നത്. ആ ഗോലിയാത്തിനെ ദാവീദ് കീഴ്പ്പെടുത്തിയതായ ചരിത്രം അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെയും ഒരു ഭീമനായിരിക്കുന്ന, സാധാരണ മനുഷ്യരിൽ നിന്നും വളരെ ആകാരം കൊണ്ട് വലിപ്പമുള്ളതായിരിക്കുന്ന മനുഷ്യനെ അവിടെയും പറയുന്നു എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കാനാൻ ദേശത്തെ കാണാനായിട്ട് പോകുന്നവരുണ്ട്. അവർ പോയിട്ട് മടങ്ങി വന്നതിന് ശേഷം അവർ പറയുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനാൻ ദേശത്തുള്ള മനുഷ്യർ അതിഭീമന്മാരായിരിക്കുന്ന മനുഷ്യരാണ്, അവർ അതികായന്മാരാണെന്നാണ് പറയുന്നത്. ആ അതികായന്മാരുടെ മുമ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. അത്രമേൽ ഭീമന്മാരായിരിക്കുന്ന മനുഷ്യരാണ് ഈ കാനാൻ ദേശത്ത് അധിവസിക്കുന്നത് എന്നുള്ള നിലയിൽ അവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ബൈബിളിലെയും വാക്യങ്ങൾ നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാം ജയൻസുകൾ പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1962 ഇസ്രായേലിലെ മൊണാഷ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു കർഷകൻ കൃഷി ചെയ്യാനായിട്ട് നിലം ഉഴുതുകൊണ്ടിരിക്കുകയാണ്. ആ ഉഴുത് മറിക്കുന്നതിനിടയിലെ കർഷകന് കുറച്ച് ആയുധങ്ങൾ കിട്ടുന്നു. അദ്ദേഹം അത് പരിശോധിക്കുന്നു. അത് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കുറേ കാലം പഴക്കമുള്ളതായിരിക്കുന്ന ഒന്നാണ്. പിന്നീട് ഇതിനെക്കുറിച്ച് പഠിക്കാനും മറ്റുമായിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ വരുന്നു. അവർ ഇതിനെ സംബന്ധിച്ച് പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം അവർ പറഞ്ഞതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്പിയർ ഹെഡുകൾ, അതായത് 4 കുന്തമുനകൾ. ആ കുന്തമുനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ ചരിത്രത്തിൽ എങ്ങും യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. കാരണം അത്രമേൽ വലിപ്പമുള്ളതായിരുന്ന കുന്തമുനകളാണ്. ഈ കുന്തമുനകൾ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്നതായ ഒന്നല്ല എന്നാണ് അവർ അടിവരയിട്ട് പറയുന്നത്. കാരണം സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന കുന്തമുനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കുന്തം എടുത്ത് എറിയാൻ തക്കവണ്ണമുള്ള നിലയിലുള്ളതായിരിക്കും. അല്ല ഒരുപാട് വലിപ്പമുള്ള കുന്തമുനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷാഫ്റ്റ് കൂടി വരുന്ന സമയത്ത് അത് വലിയ ഭാരമുള്ളതായിരിക്കുന്ന ഒന്നാണ്. 4 സ്പിയർ ഹെഡുകളാണ് ഈ പറയുന്ന മൊണാഷ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കിട്ടിയത്. അത് ഇസ്രായേലിലെ മ്യൂസിയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിപ്പോഴും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ 4 കുന്തമുനകൾ, അതിൽ ഒരു കുന്തമുനയ്ക്ക് 26 ഇഞ്ച് വലിപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ ഈ ഗോലിയാത്തിൻ്റെ ചരിത്രം, ഇസ്രായേൽ ജനത കാനാൻ ദേശത്തേക്ക് വരുന്ന സമയത്ത് അവിടെ കണ്ടതായിരിക്കുന്ന അതികായന്മാരായിരിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ ജയൻസുകൾ, അവരുടെയും ചരിത്രം എല്ലാം കൂടി ഒത്തു നോക്കുമ്പോൾ ഈ സ്പിയർ ഹെഡുകൾ, ഈ കുന്തമുനകൾ ഒരുപക്ഷെ ഗാത്ത് ദേശത്തിലെ ഗോലിയാത്തിനെ പോലെയുള്ള ജയൻസുകൾ ഉപയോഗിച്ചിരുന്ന കുന്തത്തിൻ്റെത് ആയിരിക്കാമെന്ന്
ഈ ക്രിസ്ത്യൻ ആർക്കിയോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് പറയുന്നു. എന്നാൽ സെക്കുലർ ആർക്കിയോളജിസ്റ്റുകൾ ഇതിനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നില്ല. ഇത് കണ്ടെത്തിയതായിരിക്കുന്ന, ഇതിനെക്കുറിച്ച് പഠിച്ചതായിരിക്കുന്ന സെക്കുലർ ആർക്കിയോളജിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അവരെ സംബന്ധിച്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരൊരു ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തതായിരിക്കാം, അവർ നിർമ്മിച്ച് അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളതായിരിക്കാം എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കേവലമായിരിക്കുന്ന മനുഷ്യൻ്റെ ഭാവനയിൽ നിന്ന് രൂപപ്പെട്ടതായിരിക്കുന്ന രൂപങ്ങളല്ല ഈ ജയൻസ് എന്നുള്ളത്. ചരിത്രത്തിൽ എവിടെയോ മൺമറഞ്ഞു പോയതായിരിക്കുന്ന ഭീകര രൂപങ്ങളായിരിക്കുന്ന മനുഷ്യരാണ് അവരെന്ന് ചിലരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം.